ഉദുമയിൽ CPM-ന്റെയും RSS-ന്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു RSS നേതാവ് മാരാർ. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതെല്ലാം ചർച്ചയാകുന്നതുകൊണ്ടും നേർക്കുനേർ കാണുമ്പോൾ പൊതുസമൂഹത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടും ഇപ്പോൾ സർക്കാർ ഈ ബാന്ധവത്തിന് ഉപയോഗിക്കുന്നത് ദൂതന്മാരെയാണ്. ആ ദൂതന്മാർ സർക്കാരിന്റെ വിനീതദാസന്മാരായ പോലീസുകാരാണ് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം. ലോക്നാഥ് ബെഹ്റയും MR അജിത് കുമാറും രമൺ ശ്രീവാസ്തവയും ഒക്കെ ഇതിന് ഒന്നാന്തരം തെളിവുകളാണ്. മോദി ഭക്തനായ TP സെൻകുമാറിന്റെ സീനിയോറിറ്റി മറികടന്ന് ഗുജറാത്ത് കലാപത്തിൽ കൂടെ നിന്ന് ലോക്നാഥ് ബെഹ്റയെ പ്രതിഷ്ഠിക്കുന്നത് RSS-ന്റെ തിട്ടൂരമായിരുന്നു. അപ്പോൾ ക്രമസമാധാന പാലനത്തിന് ഉപയോഗിക്കേണ്ട പോലീസുകാരെ ഈ പണിക്ക് സർക്കാർ ഉപയോഗിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും ഭയപ്പെട്ട് തന്നെ ജീവിക്കണം. 2024 തൃശൂരും 2026 CPM-ന്റെ മൂന്നാം ഭരണവും എന്നാണ് 2 വർഷം മുമ്പ് തന്നെ പറഞ്ഞു കേൾക്കുന്നത്.